എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC എക്സാമുകൾക്ക് ബയോളജിയിൽ നിന്നുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ധാതുക്കൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ധാതുക്കളിനകത്ത്, അതായത് പോഷണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നതാണ് ധാതുക്കൾ. നമുക്ക് അറിയാവുന്ന പോഷണങ്ങളാണ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, അതായത് പ്രോട്ടീൻസിൻ്റെ മലയാളമാണ് മാംസ്യം, കാർബോഹൈഡ്രേറ്റ് ആണ് ധാന്യകം, അതേപോലെ ഫാറ്റ്, കൊഴുപ്പ്, പിന്നെ ജീവകങ്ങൾ, വിറ്റാമിൻസ്, മിനറൽസ്, ധാതുക്കൾ. ഇത്രയാണ് പ്രധാനപ്പെട്ട പോഷണങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൽ ഈ ആദ്യത്തെ, അതായത് വിറ്റാമിൻസ് എന്ന് പറയുന്ന ഒരു പോഷണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ജീവകങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ജീവകങ്ങളെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു പോഷക ഘടകമാണെന്ത്? ധാതുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ജീവകങ്ങൾ പറഞ്ഞപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമായിട്ടുള്ള ഒരു പോഷക ഘടകമാണെന്ത്? ജീവകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമായിട്ട് വേണ്ടുന്ന ഒരു പോഷക ഘടകമാണ് ജീവകം. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവകങ്ങളെ വിളിക്കുന്നത് സൂക്ഷ്മ പോഷകങ്ങൾ എന്നാണ്, അല്ലേ? സൂക്ഷ്മ പോഷകങ്ങൾ എന്നാണ്, മൈക്രോ ന്യൂട്രിയൻ്റ് എന്നാണ് ആരെ വിളിക്കുന്നത്? നമ്മൾ ജീവകങ്ങളെ വിളിക്കുന്നത്. അതേപോലെ തന്നെ, അതായത് ജീവകങ്ങളെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ട് വരുന്ന മറ്റൊരു പോഷക ഘടകമാണെന്ത്? മിനറൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധാതുക്കളും ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സൂക്ഷ്മ പോഷകങ്ങൾക്ക് ഉദാഹരണമാണ്, മൈക്രോ ന്യൂട്രിയൻറ്റിന് ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പോൾ ധാതുക്കളും ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു പോഷക ഘടകമാണെന്ത്? ധാതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പോഷക ഘടകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളാണ് ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കൾ എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ എല്ലാം പ്രാഥമിക ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യിപ്പിക്കുക, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെയൊക്കെയോ നിയന്ത്രിക്കുക, അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക, അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക. അതൊക്കെയാണ് ഈ പറഞ്ഞ പോഷക ഘടകങ്ങളുടെയൊക്കെ ജോലി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കാർബോഹൈഡ്രേറ്റ് പറയുകയാണെങ്കിൽ ഊർജ്ജം ആവശ്യമായിട്ട് വേണ്ടുന്ന ഒരു പോഷക ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്. ഇനി കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ ഊർജ്ജം തരുന്ന ഒരാൾ കൂടിയാണ് എന്ത്? പ്രോട്ടീൻ. എന്നാൽ പ്രോട്ടീൻ്റെ പ്രധാന ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ശരീര നിർമ്മിതിക്ക് വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതേപോലെ ജീവകങ്ങളുടെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ജീവകങ്ങൾ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ശരീരത്തിലെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങളാണെന്ത്? ജീവകങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ധാതുക്കളുടെ കാര്യം. ധാതുക്കളും എന്ത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു പോഷകഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാതുക്കളാണ്. മനസ്സിലായോ? അതുകൊണ്ട് ശരീരത്തിലെ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. അപ്പം ധാതുക്കളെ അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. അപ്പം റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ധാതുക്കളാണ്. അപ്പം നമ്മൾ പറയുന്നത് ആരെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാതുക്കളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ധാതുക്കളെ പറ്റി. ഇപ്പോൾ ശരീരപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പോഷക ഘടകമാണെന്ത്? ധാതുക്കൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യതുകൊണ്ട് ഇതൊരു സൂക്ഷ്മ പോഷകമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ധാതുക്കളെ വിളിക്കുന്ന പേരാണ് ശരീരത്തിലെ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. ശരീരത്തിലെ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാതുക്കളാണ്. മനസ്സിലായോ? അതേപോലെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനമായിട്ടുള്ള 16 തരത്തിലുള്ള ധാതുക്കളാണുള്ളത്. അപ്പോൾ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തരം ധാതുക്കളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 തരം ധാതുക്കളാണ്. ഈ 16 തരം ധാതുക്കളിനെ രണ്ടായിട്ടാണ് വേർതിരിക്കുന്നത്. പ്രധാനമായും രണ്ടായിട്ട് വേർതിരിക്കുന്നു. ഒന്ന് സൂക്ഷ്മധാതു എന്നും മറ്റൊന്ന് സ്ഥൂലധാതു എന്നും. എങ്ങനെ? സ്ഥൂല ധാതുക്കളെന്നും അതേപോലെ തന്നെ സൂക്ഷ്മ ധാതുക്കളെന്നും വേർതിരിക്കുന്നു. മനസ്സിലായോ? സ്ഥൂലധാതുക്കൾ അതിൻ്റെ ഇംഗ്ലീഷാണെന്ത്? മാക്രോ മിനറൽ എന്ന് പറയും. മാക്രോ മിനറലും മൈക്രോ മിനറലും. മനസ്സിലായോ? ഇനി എന്തോ ഈ സ്ഥൂലധാതുവും സൂക്ഷ്മധാതുവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 100 മില്ലിഗ്രാമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവശ്യമായി വരുന്ന ധാതുക്കളെ നമ്മൾ വിളിക്കുന്നതാണെന്ത്? സ്ഥൂലധാതുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ദിവസം 100 ml കൂടുതൽ, ഒരു ദിവസം 100 മില്ലിഗ്രാമിൽ കൂടുതൽ ആവശ്യമായി വരുന്ന ധാതുക്കളെയാണെന്ത് നമ്മൾ സ്ഥൂലധാതുക്കൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പെർ ഡേ
പെർ ഡേ 100 മില്ലിഗ്രാം ഓർ മോർ, അതാണ് എന്ത് സ്ഥൂലധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പം സ്ഥൂലധാതുക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും 100 മില്ലിഗ്രാമിൽ കൂടുതൽ ആവശ്യമായി വരുന്ന ധാതുക്കളെയാണ് നമ്മൾ സ്ഥൂലധാതുക്കൾ എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാൽഷ്യം, അതിന് ഉദാഹരണമാണെന്ത്, അതിന് ഉദാഹരണങ്ങളാണ് കാൽഷ്യം, അതേപോലെ ഫോസ്ഫറസ്, സൾഫർ, പിന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ക്ലോറിൻ, ഇതെല്ലാം എന്താ പ്രധാനമായും സ്ഥൂലധാതുക്കൾക്ക് ഉദാഹരണമാണ്. ഇപ്പം കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സൾഫർ, ക്ലോറിൻ, ഫ്ലൂറിൻ, ഫോസ്ഫറസ്, ഇതെല്ലാം എന്തിനു എക്സാമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥൂലധാതുക്കൾക്ക് ഉദാഹരണമാണ്. അപ്പം ഒരു ദിവസം 100 മില്ലിഗ്രാമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവശ്യമായി വരുന്ന ധാതുക്കളെയാണ് നമ്മൾ സ്ഥൂലധാതുക്കൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി സൂക്ഷ്മധാതുക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സൂക്ഷ്മധാതു എന്താണെന്ന് പറയാമല്ലോ, ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ പറയാം. എന്താ സൂക്ഷ്മധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം പെർ ഡേ ലെസ് ദാൻ 100 മില്ലിഗ്രാം. അപ്പം ഒരു ദിവസം 100 മില്ലിഗ്രാമിൽ കുറവ് മതിയെങ്കിൽ അത്തരം ധാതുക്കളെ നമ്മൾ സൂക്ഷ്മധാതുക്കൾ എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു ദിവസം 100 മില്ലിഗ്രാമിൽ കൂടുതൽ ആവശ്യമായിട്ടുള്ള ധാതുക്കളെയാണ് നമ്മൾ സ്ഥൂലധാതുക്കളെന്നും, ഒരു ദിവസം 100 മില്ലിഗ്രാമിൽ കുറവുള്ള ധാതുക്കളെയാണ് നമ്മൾ സൂക്ഷ്മധാതുക്കളെന്നും വിളിക്കുന്നത്. മനസ്സിലായോ? കുറവിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മൈക്രോ, കൂടുതലിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മാക്രോ. ക്ലിയർ? അപ്പം എന്താണ് സൂക്ഷ്മധാതുക്കളെന്നും എന്താണ് സ്ഥൂലധാതു എന്നും മനസ്സിലായല്ലോ. ഇനി സൂക്ഷ്മധാതുവിന് ഉദാഹരണം ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. സൂക്ഷ്മധാതുവിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഒന്ന് ക്രോമിയം, അതേപോലെ അയഡിൻ, ഫ്ലൂറിൻ, കോപ്പർ, മാംഗനീസ്, സെലേനിയം, പിന്നെ സിങ്ക്, ഇതെല്ലാം എന്താ സൂക്ഷ്മധാതുക്കൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സൂക്ഷ്മധാതു എന്താണ്, സ്ഥൂലധാതു എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പം ധാതുക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന പോഷക ഘടകങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന 16 തരത്തിലുള്ള ധാതുക്കളാണുള്ളത്. ആ 16 ധാതുക്കളെ നമ്മൾ 2 കാറ്റഗറിയിൽ പെടുത്തുന്നു. എങ്ങനെയൊക്കെ? സ്ഥൂലധാതു എന്നും സൂക്ഷ്മധാതു എന്നും. സ്ഥൂലധാതു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 100 മില്ലിഗ്രാമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവശ്യമായി വരുന്ന ധാതുക്കളെയാണ് സ്ഥൂലധാതു എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു ദിവസം 100 മില്ലിഗ്രാമിൽ കുറവ് മതിയെങ്കിൽ അത്തരം ധാതുക്കളെ നമ്മൾ സൂക്ഷ്മധാതുക്കൾ എന്ന് വിളിക്കും. ഇനി ഉദാഹരണത്തോടെ പഠിച്ചു വെച്ചേക്കണം. അമ്മേ ഞാൻ ചോദിക്കാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്ഥൂലധാതുക്കൾ ഏത്, സൂക്ഷ്മധാതുക്കൾ ഏത്, അല്ലെങ്കിൽ സൂക്ഷ്മധാതുക്കളിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ സ്ഥൂലധാതുവിന് എക്സാമ്പിളാണ് എന്തൊക്കെ? കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ, പൊട്ടാസ്യം, ക്ലോറിൻ, ഇതെല്ലാം എന്താ സ്ഥൂലധാതുവിന് ഉദാഹരണമാണ്. ഇനി സൂക്ഷ്മധാതുവിൻ്റെ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം? ക്രോമിയം, അയഡിൻ, ഫ്ലൂറിൻ, കോപ്പർ, മാംഗനീസ്, സെലേനിയം, സിങ്ക്, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഇതെല്ലാം സൂക്ഷ്മധാതുവിന് ഉദാഹരണമാണ്. ക്ലിയർ ആണേ? നമുക്ക് എപ്പോഴും തെറ്റാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്, ഇരുമ്പ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ളത്. ഇരുമ്പ് അത് സ്ഥൂലധാതുവാണോ സൂക്ഷ്മധാതുവോ? കാരണം നമ്മൾ ധാതുക്കളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നും ഒക്കെ ഏതൊരാൾക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ധാതു ഏതാണെന്ന് വെച്ചാൽ ഇരുമ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒന്ന് കൺഫ്യൂഷൻ അടിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്ത്, ഈ ഇരുമ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥൂലധാതുവാണോ സൂക്ഷ്മധാതുവാണോ എന്നുള്ളത്. അത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഇട്ട് ചോദിക്കാം. ഇരുമ്പ് ഒരു സ്ഥൂലധാതുവിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു സൂക്ഷ്മധാതുവിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം, അതൊരു സൂക്ഷ്മധാതുവാണ്. നമുക്ക് ദിവസം 100 മില്ലിഗ്രാമിൽ കുറവ് മതി ഇരുമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഒരു ദിവസം വേണ്ടുന്ന ഇരുമ്പിൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100 മില്ലിഗ്രാമിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇരുമ്പെന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടും? ഇരുമ്പെന്ന് പറയുന്നത് ഒരു സൂക്ഷ്മധാതുക്കളുടെ ഉദാഹരണമാണ്. അപ്പോൾ സിങ്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പേരും കൂടെ ചേർക്കാം, ഇരുമ്പെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് സ്ഥൂലധാതു എന്നും എന്താണ് സൂക്ഷ്മധാതു എന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ, ധാതുക്കളെ വിശേഷണം കിട്ടിയല്ലോ. ഇനി നമുക്ക് സ്ലൈഡ് ഒന്ന് നോക്കാം. ധാതുക്കൾ ശരീരപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പോഷക ഘടകമാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ശരീരത്തിലെ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. ശരീരപ്രവർത്തനങ്ങൾക്ക് 16 തരം ധാതുക്കളാണ് വേണ്ടുന്നത്. ധാതുക്കൾ പ്രധാനമായും 2 തരത്തിലാണ് കാണപ്പെടുന്നത്.
ഒന്ന് സ്ഥൂലധാതു എന്നും ഒന്ന് സൂക്ഷ്മധാതു. ഇനി ദിവസം 100 മില്ലിഗ്രാമിൽ കൂടുതൽ ആവശ്യമായി വരുന്ന ധാതുക്കളാണ് സ്ഥൂലധാതു. എക്സാമ്പിൾ പഠിച്ചിരിക്കണം: കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, സൾഫർ, ക്ലോറിൻ, ഫോസ്ഫറസ്. ഇതെല്ലാം വരുന്നത് സ്ഥൂലധാതുവിന് ഉദാഹരണമാണ്. ഇനി സൂക്ഷ്മധാതു എന്ന് പറയുന്നത് ദിവസം 100 മില്ലിഗ്രാമിൽ താഴെ മാത്രം ആവശ്യമായിട്ടുള്ളതാണ് സൂക്ഷ്മധാതുക്കൾ. അതിനുദാഹരണമാണ് ഇരുമ്പ്, ക്രോമിയം, അയഡിൻ, കോപ്പർ, മാംഗനീസ്, സെലീനിയം, സിങ്ക്, ഫ്ലൂറിൻ എക്സെട്ര. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനകത്ത് ചില ധാതുക്കളെ പ്രത്യേകം എടുത്തു വെച്ചൊന്ന് പഠിക്കുന്നു. ചില ധാതുക്കളുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റിനകത്ത്, പഴയ SCERT ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 6ാം ക്ലാസ്സിൽ എന്ന ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നാണ് കൂടുതലും ഈ ധാതുക്കൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് കുറച്ച് ധാതുക്കളുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിലാദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽഷ്യത്തെക്കുറിച്ചാണ്. ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് കാൽഷ്യം എന്ന ധാതുവിനെ കുറിച്ചാണ്. കാൽഷ്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ലോഹമൂലകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യമാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ലോഹമൂലകമാണെന്ത്? കാൽഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചു കഴിഞ്ഞാലോ, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമൂലകമാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമൂലകമാണെന്ത്? കാൽഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ കൂടുതലുള്ള മൂലകം ചോദിച്ചു കഴിഞ്ഞാലോ, മൂലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? അപ്പം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലുള്ള ലോഹധാതു ഏതാണെന്ന് വെച്ചാൽ കാൽഷ്യമാണ്. ക്ലിയർ? ഇനി കാൽഷ്യത്തിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ 1 തൊട്ട് 1.5 കിലോഗ്രാം ആണ് നമ്മുടെ ശരീരത്തിലുള്ള ആകെ കാൽഷ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അതിൽ ഒരു ദിവസം വേണ്ടുന്ന കാൽഷ്യത്തിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ 1100 മില്ലിഗ്രാം പെർ ഡേ ആണെന്ത്? കാൽഷ്യത്തിൻ്റെ ഒരു ദിവസം നമുക്ക് വേണ്ടുന്ന കാൽഷ്യത്തിൻ്റെ അളവ്. ക്ലിയർ? അപ്പം കാൽഷ്യത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താ? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമൂലകമാണെന്ത്? കാൽഷ്യം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ അത് ഓക്സിജൻ ആയിരിക്കും. ഓക്കെ. ഇനി കാൽഷ്യത്തിൻ്റെ ശരീരത്തിലെ അളവാണ് 1 തൊട്ട് 1.5 കിലോഗ്രാം എന്ന് പറയുന്നത്. ഒരു ദിവസം കാൽഷ്യത്തിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ ഒരു ദിവസം വേണ്ടുന്ന കാൽഷ്യത്തിൻ്റെ അളവാണ് 1100 മില്ലിഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് കാൽഷ്യം? നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്കറിയാം, എല്ലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒരു ധാതുവാണെന്ത്? കാൽഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ പേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നു. പേശി സങ്കോചത്തിന് സഹായിക്കുന്നു. അതെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അസ്ഥി പേശി വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കും. മനസ്സിലായോ? അസ്ഥി വ്യവസ്ഥ, പേശി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇൻഡോ മസ്കുലർ സിസ്റ്റം വരുന്നുണ്ട്. അപ്പം അതിനകത്ത് പേശി വ്യവസ്ഥ പഠിക്കുമ്പം നമ്മൾ എങ്ങനെയാണ് കാൽഷ്യം നമ്മുടെ പേശികളുടെ സങ്കോചത്തിന് കാരണമാകുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം ഓർത്തിരിക്കുക. പേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്ന ധാതുവാണെന്ത്? കാൽഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതുവാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ധാതുവാണെന്ത്? കാൽഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം 3 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ടും 3 ധർമ്മങ്ങളാണ് കാൽഷ്യത്തിൻ്റെ പറഞ്ഞത്. എന്തൊക്കെ? എല്ലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു, പേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നു, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ജസ്റ്റ് ഇത്രയൊന്ന് ഓർത്താൽ മതി. BC എന്നൊന്ന് ഓർത്താൽ മതി. ബോണ്, കോൺട്രാക്ഷൻ, കൊയാഗുലേഷൻ. ബോൺ, കോൺട്രാക്ഷൻ, കൊയാഗുലേഷൻ എന്നൊന്ന് ഓർത്താൽ മതി. ഇപ്പം ധർമ്മം നമുക്ക് കിട്ടും. ബോൺ, കോൺട്രാക്ഷൻ, കൊയാഗുലേഷൻ. ഈ ഒരു 3 ടേം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം എല്ലുകളുടെ ആരോഗ്യത്തിന്, പേശികളുടെ സങ്കോചത്തിന്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഇനി കാൽഷ്യത്തിൻ്റെ അളവിനെ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ അളവിനെ ത്വരിതപ്പെടുത്തുന്ന ജീവകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവിനെ ത്വരിതപ്പെടുത്തുന്ന ജീവകം എന്ന് പറയുന്നത്. മനസ്സിലായോ? കാൽഷ്യത്തിൻ്റെ അളവിനെ ത്വരിതപ്പെടുത്തുന്ന ജീവകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ്.
ഓക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഉറവിടങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കാൽഷ്യം കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ പാലുൽപ്പന്നങ്ങൾ, മാംസ്യം, മുട്ട, അതിൽ നിന്നൊക്കെയാണ് കൂടുതലും കാൽഷ്യത്തിൻ്റെ അളവ് ഉള്ളത്. ഇനി ഒരു പോയിന്റ് കൂടെ അറിയണം, രക്തത്തിൽ സാധാരണ കാണുന്ന കാൽഷ്യത്തിൻ്റെ അളവെന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? രക്തത്തിൽ സാധാരണ കാണുന്ന കാൽഷ്യത്തിൻ്റെ അളവാണ് 9 to 11 mg/100 ml രക്തം. അപ്പം ഒരു 100 ml രക്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 9 തൊട്ട് 11 മില്ലിഗ്രാം എന്ന അളവിലാണ് എന്ത് കാണപ്പെടുന്നത്? കാൽഷ്യം കാണപ്പെടുന്നത്. മനസ്സിലായോ? ഈ ഒരു ഉത്തരം കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. 10 to 12 mg/100 ml ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, 10 to 12 mg/100 ml ഓർത്ത് വെച്ചോണം. ഒരു 2-3 തവണ ഈ ഒരു ഉത്തരവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 9 to 11 ആണ് കറക്റ്റ്. ടെക്സ്റ്റിനകത്തൊക്കെ ഉള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ 9 to 11 mg/100 ml ആണ്. എന്നാൽ PSC 2-3 തവണ 10 to 12 mg/100 ml ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ 9 to 11 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലായിരുന്നു, പകരം 10 to 12 ആണ് അന്ന് ഉത്തരമായിട്ട് കൊടുത്തിരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ പറഞ്ഞു രക്തത്തിൽ സാധാരണയായി കാണുന്ന കാൽഷ്യത്തിൻ്റെ അളവാണ് 9 to 11 mg/100 ml അല്ലെങ്കിൽ 10 to 12 mg/100 ml എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ കാൽഷ്യത്തിൻ്റെ അളവ് രക്തത്തിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ, രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ത്? ടെറ്റനി എന്ന് പറയുന്നത്. അതായത് പേശികൾക്കുണ്ടാകുന്ന ഒരു കോച്ചി വലിവ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഈ കുറഞ്ഞിരിക്കുന്ന കാൽഷ്യം നേരെ പേശികളിൽ അടിഞ്ഞുകൂടും. ഈ പേശികളിൽ വെച്ച് എന്ത് പറ്റും? പേശികൾക്കൊരു കോച്ചി വലിവ് സംഭവിക്കും. അങ്ങനെ പേശികൾക്കുണ്ടാകുന്ന ഒരു കോച്ചി വലിവാണ് എന്ത്? ഈ ടെറ്റനി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം രക്തത്തിൽ സാധാരണ കാൽഷ്യത്തിൻ്റെ അളവിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ, രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ത്? ടെറ്റനി. ടെറ്റനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേശികൾക്കുണ്ടാകുന്ന കോച്ചി വലിവാണെന്ത്? ടെറ്റനി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അതേപോലെ അസ്ഥികളിലും ഈ പറഞ്ഞ പോലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയാം. അസ്ഥികളിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് കണ രോഗം, അതേപോലെ തന്നെ ഓസ്റ്റിയോമലേസിയ, അതേപോലെ ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അസ്ഥികളിൽ കാൽഷ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ പഠിച്ചതാണ് ഇതിനകത്ത് ഈ 2 അസുഖങ്ങൾ നമ്മൾ പഠിച്ചതാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് കണ എന്ന് പറയുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ത്? കണ എന്ന് പറയുന്നത്. മനസ്സിലായോ? കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കണ രോഗം, റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അതേപോലെ തന്നെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുമ്പം കാൽഷ്യത്തിൻ്റെ അളവാണ് കുറയുന്നത്. കാരണം വിറ്റാമിൻ ഡി എന്തിനു വേണ്ടിയിട്ടാണ്? കാൽഷ്യത്തിൻ്റെ അളവിനെ ത്വരിതപ്പെടുത്തുന്ന ജീവകമാണ് വിറ്റാമിൻ ഡി. അപ്പോൾ ഈ വിറ്റാമിൻ ഡി കുറയുമ്പോഴത്തേനും കാൽഷ്യത്തിൻ്റെ അളവ് കുറയും. കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴത്തേനും കുട്ടികളുടെ അസ്ഥികൾക്ക് ഒരു വളവ് സംഭവിക്കും. ആ ഉണ്ടാകുന്ന വളമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത്. അവിടെയും ഈ സെയിം സംഭവം തന്നെ. നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറയുമ്പോഴത്തേക്കും കാൽഷ്യത്തിൻ്റെ അളവ് കുറയും. അസ്ഥികളിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസ്ഥികൾ ദുർബലമായിട്ട് പൊടിഞ്ഞു പോകാൻ തുടങ്ങും. അങ്ങനെ അസ്ഥികൾക്ക് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോപൊറോസിസ് പറയുവാണെങ്കിൽ, ഓസ്റ്റിയോപൊറോസിസും ഈ പറഞ്ഞ പോലെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമോ ഉണ്ടാകുന്നതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ഥികൾ ദുർബലമായിട്ട് ഒടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം കണരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികൾക്കുണ്ടാകുന്ന വളവാണെങ്കിൽ, ഓസ്റ്റിയോമലേസിയ അസ്ഥികൾ പൊടിയുന്ന അവസ്ഥയാണെന്ത്? ഓസ്റ്റിയോമലേസിയ. എന്നാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് അസ്ഥികൾ പൊട്ടുന്ന അവസ്ഥയാണ് എന്ത്? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കാൽഷ്യമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ലോഹമൂലകമാണെന്ത്? കാൽഷ്യം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ എന്ന് പറയുന്നു. ക്ലിയർ ആണേ? ഇനി ആകെ ഇതിൻ്റെ അളവ് എത്ര? നമ്മുടെ ശരീരത്തിൽ ആകെ കാൽഷ്യത്തിൻ്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ 1 തൊട്ട് 1.5 കിലോഗ്രാം വരെയാണ്. എന്നാൽ ഒരു ദിവസം വേണ്ടുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1100 മില്ലിഗ്രാം എന്ന് പറയും. ഇനി എന്തൊക്കെയാണ് കാൽഷ്യത്തിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു, രണ്ടാമത്തത് പേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നു, മൂന്നാമത്തത് അസ്ഥികളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. അപ്പം അസ്ഥികളുടെ രൂപീകരണം അല്ലെങ്കിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു, പേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നു, മൂന്നാമത് നമ്മൾ പഠിച്ചത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ക്ലിയർ ആണ്? ഇനി രക്തത്തിൽ കാണപ്പെടുന്ന കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 to 11 mg/100 ml അല്ലെങ്കിൽ 10 to 12 mg/100 ml. ഓക്കെ ആണല്ലോ? ഇനി ഈ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവ് സംഭവിക്കുകയാണെങ്കിൽ അന്നേരം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ടെറ്റനി. ടെറ്റനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേശികൾക്ക് ഉണ്ടാകുന്ന കോച്ചി വലിവാണ് എന്ത്? ടെറ്റനി എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി അസ്ഥികളിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് കണരോഗം, അതായത് അസ്ഥികൾക്ക് വളവ് സംഭവിക്കുന്നത്. മുതിർന്നവരിൽ ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോമലേസിയ, അസ്ഥികൾ പൊടിഞ്ഞു പോകുന്നത്. അതേപോലെ മുതിർന്നവരിൽ ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥി ഒടിഞ്ഞു പോകുന്നത്. മനസ്സിലായോ? ഇത്രയും ആണ് കാൽഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യം നോക്കാനുള്ളത്. നമുക്ക് ആ സ്ലൈഡ് ഒന്ന് നോക്കാം. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമൂലകം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യമാണ്. അപ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമൂലകമാണ്. അളവ് 1 തൊട്ട് 1.5 കിലോഗ്രാം. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യത്തിൻ്റെ 90% അസ്ഥികളിലാണ് കാണപ്പെടുന്നത്. ഇനി ഒരു ദിവസം വേണ്ടുന്ന കാൽഷ്യത്തിൻ്റെ അളവാണ് 1100 മില്ലിഗ്രാം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലിൻ്റെ ആരോഗ്യത്തിന്, പേശികൾ സങ്കോചിക്കാൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ക്ലിയർ? ഇനി കാൽഷ്യത്തിൻ്റെ അളവ് ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. പ്രധാന ഉറവിടങ്ങളാണ് പാലുൽപ്പന്നങ്ങൾ, മാംസ്യം, മുട്ട, മത്സ്യമൊക്കെ പറയുന്നത്. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ അളവാണ് 9 to 11 പെർ മില്ലിഗ്രാം എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു വാല്യൂ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം, 10 to 12. അവിടെ ഈ ഒരു വാല്യൂ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം, 10 to 12 മില്ലിഗ്രാം പെർ 100 ml എന്നും ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ. ഇനി രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ടെറ്റനി. അത് പേശികൾക്കുണ്ടാകുന്ന കോശി വലിവാണ്. ഇനി അസ്ഥികളിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണെന്ത്? റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത്. റിക്കറ്റ്സിൻ്റെ മലയാളമാണെന്ത്? കണരോഗം എന്ന് പറയും. കണരോഗം എന്ന് പറയുന്നത് ഓസ്റ്റിയോമലേസിയ. അതേപോലെ ഈ ഒരെണ്ണം കൂടെ പഠിച്ചോണം, ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ്. ക്ലിയർ ആണേ? ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന ഫോസ്ഫറസ് ആണ്. അപ്പം അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ധാതുവാണ് എന്ത്? ഫോസ്ഫറസ്. ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിലുള്ള ആകെ ഫോസ്ഫറസിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ 1 കിലോഗ്രാം ആണ്. മനസ്സിലായോ? പെർ ഡേ ചോദിക്കുവാണെങ്കിൽ 800 തൊട്ട് 1100 മില്ലിഗ്രാം ആണെന്ത്? മില്ലിഗ്രാം പെർ ഡേ ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഒരു ദിവസം വേണ്ടുന്ന ഫോസ്ഫറസിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ 800 മുതൽ 1100 മില്ലിഗ്രാം വരെയാണ്. ഒരു ദിവസം വേണ്ടുന്നതാണ് 1 കിലോഗ്രാം. നമ്മൾ കാൽഷ്യത്തിൻ്റെ എന്താ പറഞ്ഞത്? ആകെയുള്ള അളവെന്ന് പറഞ്ഞാൽ 1 തൊട്ട് 1.5 കിലോഗ്രാം വരെ വരുന്നുണ്ട്. ഫോസ്ഫറസ് കാൽഷ്യം ഒരു ദിവസം വേണ്ടുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1100 മില്ലിഗ്രാം ആണ്. 1100 മില്ലിഗ്രാം ആണ്. മനസ്സിലായോ? ഇനി ഫോസ്ഫറസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ആകെ ഉള്ളത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. പെർ ഡേ വേണ്ടുന്നത് 800 മുതൽ 1100 മില്ലിഗ്രാം വരെയാണ്. ഓക്കെ ആണേ? ഇനി ഇതിൻ്റെ ധർമ്മം ചോദിക്കുവാണെങ്കിൽ ഒന്ന് എല്ലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. ഈ എല്ലിൽ കാണപ്പെടുന്ന ഒരു സംയുക്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയും. അപ്പം അസ്ഥികളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സംയുക്തമാണെന്ത്? കാൽഷ്യം ഫോസ്ഫേറ്റ്. എന്നാൽ ചോദിക്കുവാണ് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ചോദിക്കുവാണെങ്കിൽ എന്ത് പറയും? ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ചോദിക്കുവാണെങ്കിൽ അത് ജലമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കലകളാണ് എന്ത്? രക്തകോശങ്ങൾ, അല്ലെങ്കിൽ RBC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തം എന്ന് പറയുന്നത്. ആ രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ ഏറ്റവും 90 തൊട്ട് 96% എന്താണ്? ജലമാണ്. മനസ്സിലായോ? അപ്പം ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ജലം എന്ന് പറഞ്ഞാൽ എന്താ? H2O, 2 മൂലകങ്ങളുടെ സംയുക്തമാണ്. അപ്പോൾ സംയുക്തമാണ് എന്ത്? ജലം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളതിൽ കാണപ്പെടുന്ന സംയുക്തം ചോദിക്കുവാണെങ്കിൽ ജലം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫോസ്ഫറസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫോസ്ഫറസ് ആകെ വേണ്ടുന്ന അളവ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. ഒരു ദിവസമാണെങ്കിൽ 800 മുതൽ 1100 മില്ലിഗ്രാം വരെ. ഇനി അതിൻ്റെ ധർമ്മം എന്താ? എല്ലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. രണ്ടാമത്തെ ധർമ്മം ചോദിക്കുവാണെങ്കിൽ ന്യൂക്ലിക് ആസിഡുകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ATPയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അപ്പം എല്ലിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു, ന്യൂക്ലിക് ആസിഡുകളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു, ATPയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. അപ്പം നമ്മൾ പഠിച്ചൊരു കാര്യമാണ് എന്താണ് ATP എന്താണെന്നുള്ള കാര്യം നമ്മൾ അന്നേരം പറഞ്ഞു. എന്താ ATP എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ
ട്രൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയും. ATP അറിയപ്പെടുന്നത് എങ്ങനെയാ? ഊർജ നാണയം എന്നറിയപ്പെടുന്നു. ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ATP ആണ്. ആ ATPയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുവാണെന്ത്? ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫോസ്ഫറസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫോസ്ഫറസിൻ്റെ സ്ലൈഡ് നമുക്ക് നോക്കാം. അളവ് വേണ്ടുന്നത് 1 കിലോഗ്രാം ആണ്. പെർ ഡേ 800 തൊട്ട് 1100 മില്ലിഗ്രാം ആണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ആരോഗ്യത്തിന്. എല്ലിലടങ്ങിയ സംയുക്തമാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. എന്നാൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ സംയുക്തം ചോദിച്ചു കഴിഞ്ഞാൽ ജലമാണ്. അതേപോലെ ന്യൂക്ലിക് ആസിഡുകളുടെ രൂപീകരണത്തിന് അല്ലെങ്കിൽ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുവാണെന്ത്? ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അതേപോലെ ATP നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുവാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഏതൊക്കെ ധാതുക്കൾ പഠിച്ചു? കാൽഷ്യവും പറഞ്ഞു, ഫോസ്ഫറസും പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളതാണ് മഗ്നീഷ്യം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ധാതുവാണ് ഇത് മഗ്നീഷ്യം എന്ന് പറയുന്നത്. മഗ്നീഷ്യം. അപ്പം മഗ്നീഷ്യത്തിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ 20 ഗ്രാം ആണെന്ത്? മഗ്നീഷ്യത്തിൻ്റെ അളവെന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി ഇതിൻ്റെ ധർമ്മം ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് അസ്ഥികളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു, രണ്ടാമത്തത് പേശികളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. അപ്പോൾ അസ്ഥികളുടെയും പേശികളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ധാതുവാണെന്ത്? മഗ്നീഷ്യം എന്ന് പറയുന്നത്. അതേപോലെ ഹരിതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ലോഹമൂലകം ചോദിക്കുകയാണെങ്കിൽ, ഹരിതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ലോഹമൂലകമാണെന്ത്? ഈ പറഞ്ഞ മഗ്നീഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങളെടുത്ത് ചോദിക്കുക, പേശികൾക്കും അസ്ഥികൾക്കും ഒരേപോലെ ആവശ്യമായി വേണ്ടി വരുന്ന, അല്ലെങ്കിൽ പേശികളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് ഒരേപോലെ ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കാൽഷ്യവും മഗ്നീഷ്യവും പറയാം. ഇല്ലയോ? കാൽഷ്യവും മഗ്നീഷ്യവും ഇല്ലയോ? അസ്ഥികൾക്കും പേശികൾക്കും ഒരേപോലെ വേണ്ടുന്നത്. എന്നാൽ അസ്ഥികളെന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ അവിടെ കാൽഷ്യം വരും, ഫോസ്ഫറസ് വരും, മഗ്നീഷ്യം വരും. ഓക്കെ ആണേ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊരു ബോക്സിനകത്ത് ഇട്ട് വെച്ചേരെ. ഓക്കെ, അപ്പം പേശികളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായി വരുന്ന ധാതുക്കളാണ് ഏതൊക്കെ? കാൽഷ്യവും മഗ്നീഷ്യവും എന്ന് പറയുന്നത്. എന്നാൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ട് വരുന്ന ധാതുവാണ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം. ഓക്കെ ആണല്ലോ? അപ്പം മഗ്നീഷ്യത്തിൻ്റെ ജോലി എന്താണെന്ന് മനസ്സിലായി. മഗ്നീഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥികളുടെയും പേശികളുടെയും രൂപീകരണത്തിന് സഹായിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത മഗ്നീഷ്യത്തിൻ്റെ സ്ലൈഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മഗ്നീഷ്യത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാം. ധർമ്മം അസ്ഥികളുടെ രൂപീകരണം, പേശികളുടെ രൂപീകരണം. ഹരിതകത്തിൽ അടങ്ങിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെ മഗ്നീഷ്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ബോക്സ് പഠിക്കുന്നു. പേശികൾക്കും അസ്ഥികൾക്കും ആവശ്യമായ ധാതുവാണ് കാൽഷ്യവും മഗ്നീഷ്യവും എന്ന് പറയുന്നത്. എന്നാൽ അസ്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ധാതുവാണ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം. കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയൊക്കെയാണോ? ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച ധാതുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം. ഇത്രയാണ് നമ്മൾ പഠിച്ച ധാതുക്കൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ഒരെണ്ണം പറഞ്ഞായിരുന്നു, ഹരിതകത്തിൽ അടങ്ങിയ ലോഹം എന്ന് പറഞ്ഞ് ആരെ പഠിച്ചു? മഗ്നീഷ്യം പറഞ്ഞു. അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട പോയിന്റാണ്, മാംഗനീസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശാംഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. മാംഗനീസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശാംഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയാണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ, സെറ്റാണ്. ഇനി നമ്മൾ അടുത്ത ധാതുവിലേക്ക് കടക്കുന്നു, സോഡിയം. അടുത്ത ധാതുവാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന സോഡിയത്തിൻ്റെ അളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഗ്രാം സോഡിയമാണ് ഉള്ളത്. ക്ലിയർ? ഇനി സോഡിയത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ധർമ്മം നമ്മൾ പറയുന്നു രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. എന്താ? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. ഇപ്പം ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നതാണ് ആരുടെ ജോലി? സോഡിയത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. ക്ലിയർ? അതേപോലെ രണ്ടാമത്തെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ജലത്തിൻ്റെ അളവിനെ നിലനിർത്തുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ ജലത്തിൻ്റെ ആഗീരണത്തെ സഹായിക്കുന്നു. അപ്പം ശരീരത്തിലെ ജലത്തിൻ്റെ ആഗീരണത്തിനെ സഹായിക്കുന്നു. ജലത്തിൻ്റെ
ആഗിരണത്തിന് സഹായിക്കുന്നു. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്നു. മനസ്സിലായോ? നാഡീ ആവേഗങ്ങൾ നമ്മൾ എന്ത് പറയും? ഇമ്പൾസ് എന്ന് പറയും. അത് ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്നു. ക്ലിയർ ആണോ? അപ്പം നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്ന ഒരു ധാതുവാണ് ഇത് സോഡിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ സോഡിയത്തിൻ്റെ 3 ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു, ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നു, അതേപോലെ ജലത്തിൻ്റെ അളവിനെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ആഗിരണത്തിനെ സഹായിക്കുന്നു. ഇനി നാഡീ ആവേഗങ്ങൾ എന്ന് പറയുന്നത് ഇമ്പൾസിനെയാണ് പറയുന്നത്. മനസ്സിലായോ? ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷന് സഹായിക്കുന്നു. അതാണ് നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്നു എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി ഈ പറഞ്ഞ സോഡിയത്തിൻ്റെ പ്രധാന ഉറവിടം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കറിയുപ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതെന്ന് പറഞ്ഞ് സ്ഥിരം ചോദിക്കാറുണ്ട്. കറിയുപ്പ് എന്താ? സോഡിയം ക്ലോറൈഡാണ്. ഈ ജലത്തിൻ്റെ അളവൊക്കെ കുറവ് വരുമ്പം ഈ പേഷ്യൻസിനൊക്കെ ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. അത് കാരണം എന്തുവാ? ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരുപാട് വിയർക്കുകയൊക്കെ ചെയ്യുമ്പം ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം പുറന്തള്ളുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണമെന്നൊക്കെ പറയും അല്ലേ? നമ്മൾ ഉപ്പിട്ട വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്ന കാരണം എന്താ? കാരണം ഉപ്പിനകത്ത് എന്തുണ്ട്? സോഡിയത്തിൻ്റെ അളവുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ സോഡിയം നമ്മൾ കറിയുപ്പിൽ കാണപ്പെടുന്ന രീതിയിൽ പറയുന്നത്. അതുകൂടാതെ കറിയുപ്പിനെ കൂടാതെ പാല്, മാംസ്യം, മുട്ട, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, ഇതിനകത്തും എല്ലാം എന്ത് തന്നെയാണ്? സോഡിയം തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ 5 ഗ്രാം, ധർമ്മം ചോദിക്കുവാണെങ്കിൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു, ജലത്തിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്നു, നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്നു. ക്ലിയർ ആണ്? പ്രധാന ഉറവിടമാണ് കറിയുപ്പ് എന്ന് പറയുന്നത്. കറിയുപ്പ് കൂടാതെ പയറുവർഗ്ഗങ്ങൾ, മാംസം, മുട്ട, പാല്, അതിനകത്തെല്ലാം എന്തുണ്ട്? ഈ പറഞ്ഞ സോഡിയമുണ്ട്. ഇനി സോഡിയത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ വരുവാണെങ്കിൽ, അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? അളവ് കുറയുന്ന അവസ്ഥ. സോഡിയത്തിൻ്റെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? Na എന്ന് പറഞ്ഞാൽ എഴുതുന്നത് അല്ലയോ? Na എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ലാറ്റിൻ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേട്രിയം എന്നാണ് അല്ലയോ? നേട്രിയം എന്നാണ്. അപ്പം കുറയുന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈപ്പോ എന്ന് പറയും. കുറവിനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈപ്പോ. സോഡിയത്തിൻ്റെ ലാറ്റിൻ പദമാണ് നേട്രിയം. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് പറ. ഹൈപ്പോ നട്രീമിയ. ഹൈപ്പോ നട്രീമിയ. ഹൈപ്പോ നട്രീമിയ. അതാണെന്ത്? ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞാലുള്ള അവസ്ഥ. ക്ലിയർ ആണ്? അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണെന്ത്? ഹൈപ്പോ നട്രീമിയ. ഹൈപ്പോ നട്രീമിയ. നമുക്ക് ആ സ്ലൈഡ് ഒന്ന് നോക്കാം. സോഡിയം അളവ് 5 ഗ്രാം ആണ്. ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു, ശരീരത്തിലേക്ക് ജലത്തിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നു, നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്നു. ഇനി പ്രധാന ഉറവിടങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കറിയുപ്പാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുകൂടാതെ പാല്, മാംസ്യം, മുട്ട, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, അതിനകത്തെല്ലാം എന്തുണ്ട്? സോഡിയമുണ്ട്. ഇനി സോഡിയത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ നട്രീമിയ എന്ന് പറയുന്നത്. ഹൈപ്പോ നട്രീമിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന രക്തകോശം. രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന രക്തകോശം. രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന രക്തകോശമാണെന്ത്? രക്തകോശമല്ല, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന് ചോദിക്കുവാണെങ്കിൽ ആൽബുമിൻ എന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ആൽബുമിൻ എന്ന് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇപ്പോൾ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് രക്തത്തിലെ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് എന്ത്? പ്ലാസ്മ പ്രോട്ടീൻ. അതാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതേപോലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന ധാതു എന്ന് ചോദിക്കുവാണെങ്കിൽ സോഡിയം എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പോൾ സോഡിയമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകളൊക്കെ ആണോ? ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നു പൊട്ടാസ്യത്തെക്കുറിച്ച് പഠിക്കുന്നു. ഓക്കെ,
നമ്മൾ സോഡിയത്തിൻ്റെ ഒരു ധർമ്മം പഠിച്ചു. എന്താ? നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്നു. എന്നുള്ള ഒരു ധർമ്മം നമ്മൾ പഠിച്ചായിരുന്നു, ഇല്ലയോ? ഒരു ധർമ്മം നമ്മൾ പഠിച്ചായിരുന്നു. ഈ ധർമ്മം ആര് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? സോഡിയം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചോണം, പൊട്ടാസ്യത്തിൻ്റെയും ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്നു. അപ്പം നാഡീ ആവേഗങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് പൊട്ടാസ്യവും മറ്റൊന്ന് സോഡിയവുമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു സോഡിയം കുറയുമ്പോഴുള്ള ഉണ്ടാകുന്ന അവസ്ഥ, ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? ഹൈപ്പോനട്രീമിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, കുറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്, കുറഞ്ഞിരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈപ്പോ എന്ന് പറയും. മനസ്സിലായോ? കേലിയം എന്നതാണ് എന്ത്? പൊട്ടാസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം, അല്ലെങ്കിൽ അതിൻ്റെ ലാറ്റിൻ പദം ലാറ്റിൻ ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേലിയം എന്നാണ്. അപ്പം അത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നു ഹൈപ്പോ കലീമിയ എന്ന് പറയും. മനസ്സിലായോ? സോഡിയത്തിൻ്റെ ലാറ്റിൻ പദം വെച്ചിട്ട് നേട്രിയം എന്ന വാക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഹൈപ്പോ നട്രീമിയ എന്ന് പറഞ്ഞു. പൊട്ടാസ്യം കുറയുന്നതിനെ നമ്മൾ പറയുന്നു ഹൈപ്പോ കലീമിയ എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? ഇത്രയും സെറ്റാണ്. ഇനി നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ സ്ലൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ നാഡീ അവയവങ്ങളുടെ പ്രസരണത്തിന് സഹായിക്കുന്നു. പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ കലീമിയ. അപ്പം അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ കലീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇരുമ്പിനെ പറ്റി. ഇരുമ്പ്. ഓക്കെ, അപ്പം ഇരുമ്പാണ് ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന ഇരുമ്പിൻ്റെ ആകെ അളവ് ചോദിക്കുവാണെങ്കിൽ 3 മുതൽ 5 ഗ്രാം വരെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഇരുമ്പിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ 3 to 5 ഗ്രാമാണ്. ഇനി പെർ ഡേ എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർ ഡേ നമുക്ക് 10 മില്ലിഗ്രാം മതി. എന്ത്? ഇരുമ്പെന്ന് പറയുന്നത്. ഒരു ദിവസം വേണ്ടുന്ന ഇരുമ്പിൻ്റെ അളവാണെന്ത്? 10 മില്ലിഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ? 100 മില്ലിഗ്രാമിൽ കുറവാണെങ്കിൽ അത്തരം ധാതുക്കൾ ഏതാണെന്ന് പറയും? അത്തരം ധാതുക്കൾ എന്ന് പറയുന്നത് സൂക്ഷ്മധാതുവിന് ഉദാഹരണമാണ്. മനസ്സിലായോ? നമ്മൾ ആദ്യം പഠിച്ച കാൽഷ്യം ഒരു ദിവസം വേണ്ടുന്നത് 1100 മില്ലിഗ്രാമാണ്. 100 മില്ലിഗ്രാമിൽ കൂടുതലല്ലേ? അപ്പോൾ അതൊരു സ്ഥൂലധാതുവാണ്. രണ്ടാമത് പഠിച്ച ഫോസ്ഫറസ്, അതും നമുക്ക് ഒരു ദിവസം വേണ്ടുന്നത് 800-നും 1100 മില്ലിഗ്രാമിനും ഇടയ്ക്കാണ്. അതും 100 മില്ലിഗ്രാമിന് കൂടുതലാണ്. അപ്പോൾ അതും എന്തുവാ? അതും ഒരു സ്ഥൂലധാതുവാണ്. അതേപോലെ തന്നെ മഗ്നീഷ്യവും ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ഥൂലധാതുവിൽ പെടുന്ന ഒന്നായിരുന്നു, അല്ലയോ? അതേപോലെ സോഡിയം എന്ന് പറയുന്നത് ഒരു സ്ഥൂലധാതുവിന് ഉദാഹരണമാണ്. പിന്നീട് പഠിച്ച പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു സ്ഥൂലധാതുവിന് ഉദാഹരണമാണ്. ക്ലിയർ ആണേ? ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഇരുമ്പ് എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മധാതുവിന് ഉദാഹരണമാണ്. കാരണം ഇരുമ്പിൻ്റെ ആകെ അളവാണ് 3 to 5 ഗ്രാം. പക്ഷേ ഒരു ദിവസം വേണ്ടുന്ന ഇരുമ്പിൻ്റെ അളവ് ചോദിക്കുവാണെങ്കിൽ അത് 10 മില്ലിഗ്രാമാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഒരു ദിവസം വേണ്ടുന്ന ഇരുമ്പിൻ്റെ അളവ് നമ്മൾ പഠിച്ചു 10 മില്ലിഗ്രാം. ഇനി ഇരുമ്പിൻ്റെ ധർമ്മം പഠിക്കുക. ഓക്കെ, ഇരുമ്പിൻ്റെ ധർമ്മം നോക്കുവാണെങ്കിൽ എന്താ അതിൻ്റെ ധർമ്മം? ഹീമോഗ്ലോബിൻ്റെയും അതേപോലെ മയോഗ്ലോബിൻ്റെയും നിർമ്മാണം. മനസ്സിലായോ? അപ്പം ഇരുമ്പിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് എന്ത്? ഇരുമ്പ് എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്തുവാ? ഹീമോഗ്ലോബിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഓക്സിജന്റെ സംവഹനം, അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ശ്വസനവാതകങ്ങളുടെ സംവഹനം എന്ന് പറയാം, ഇല്ലയോ? എന്ന് പറയാം. ഇനി മയോഗ്ലോബിൻ്റെ ജോലി എന്താ? മയോഗ്ലോബിൻ്റെ ജോലി എന്താ? നമുക്കറിയാം
മയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പേശികളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? മയോളജി എന്ന് പറയുന്നത്, അല്ലയോ? മയോളജി എന്ന് പറയുന്നത് പേശികളെക്കുറിച്ചുള്ള പഠനം. അപ്പം മയോഗ്ലോബിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും? പേശികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും. അപ്പം പേശികളിൽ ഓക്സിജൻ ശേഖരിച്ചു വെക്കാൻ സഹായിക്കുന്ന ഒരു വർണ്ണവസ്തുവാണ് എന്ത്? മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പം പേശികളിൽ ഓക്സിജൻ സംഭരിച്ചു വെക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഓക്സിജൻ സഹായിക്കുന്ന വർണ്ണവസ്തു മനസ്സിലായോ? അതാണ് മയോഗ്ലോബിന്റെ ജോലി എന്ന് പറയുന്നത്. ഈ മയോഗ്ലോബിന്റെയും ഹീമോഗ്ലോബിന്റെയും നിർമ്മാണത്തിന് ആവശ്യമായ ധാതുവാണ് എന്ത്? ഇരുമ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ? കൂടുതലും ഇരുമ്പൊക്കെ കിട്ടും നമുക്ക് ഇലക്കറികളിൽ നിന്നാണ്. മനസ്സിലായോ? ഇപ്പം ഈ ഇലക്കറികളിൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത ആൾക്കാരോട് നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇരുമ്പിൻ്റെ അംശമൊക്കെ കൂടുതലുള്ള ഈ ഇലക്കറികളൊക്കെ ഒന്ന് കഴിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കാം. മനസ്സിലായോ? അപ്പോൾ ഇരുമ്പിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇലക്കറികളിലാണ്, ഓർത്തിരിക്കുക. മനസ്സിലായോ? അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് എന്ത്? അനീമിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇരുമ്പിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. വിളർച്ച എന്നൊക്കെ പറയത്തില്ലയോ? അനീമിയ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ജീവകം പഠിച്ചപ്പോൾ ഒരു 3 തരത്തിലുള്ള അനീമിയയെക്കുറിച്ച് പറഞ്ഞായിരുന്നു, അല്ലയോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് മൈക്രോസൈറ്റിക് അനീമിയ പറഞ്ഞു. മൈക്രോസൈറ്റിക് എന്തിൻ്റെ അളവ് കുറയുന്ന മൂലം ഉണ്ടാകുന്ന B6ന്റെ അളവ് കുറയുമ്പോൾ, പിരിഡോക്സിൻ്റെ അളവ് കുറയുമ്പോൾ, അല്ലെങ്കിൽ പിരിഡോക്സിൻ്റെ അപര്യാപ്ത രോഗമാണെന്ത്? മൈക്രോസൈറ്റിക് അനീമിയ. RBC ചെറുതായി ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ. അടുത്ത B9 ഫോളിക് ആസിഡ് RBC നിർമ്മാണത്തിന് സഹായിക്കുന്നു, നവജാത ശിശുക്കളുടെ നാഡീവ്യവസ്ഥയെ സഹായിക്കുന്നു. അതിൻ്റെ അപര്യാപ്ത രോഗം എന്താ? അവിടെ RBC വലുതായി പൊട്ടിപ്പോകുക. വലുതാവുന്നതിന് നമ്മൾ ഉപയോഗിച്ച ടേം മാക്രോ, അപ്പം ചേർത്ത് പറയുക മാക്രോസൈറ്റിക് അനീമിയ എന്ന് പറയും. വലുതായി പൊട്ടിപ്പോവുക, അപ്പം മെഗാ ആയിട്ട് പൊട്ടിപ്പോകുന്നു, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പം മാക്രോസൈറ്റിക് അനീമിയ എന്നോ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നോ B9ന്റെ അപര്യാപ്ത രോഗത്തെ നമ്മൾ പറയും. പിന്നീട് B12ന്റെ അപര്യാപ്ത രോഗമാണെന്ത്? പെർനീഷ്യസ് അനീമിയ. അങ്ങനെ 3 തരത്തിലുള്ള അനീമിയ നമ്മൾ ഓൾറെഡി ഏതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു? ജീവകത്തിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണേ? ഓക്കെ. ഇവിടെ ഇരുമ്പ് ജനറലായിട്ട് നമ്മൾ പറയുന്നതാണ്, ഇരുമ്പിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് സിഡറോസിസ് എന്ന് പറയുന്നത്. സിഡറൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു രൂപമൊക്കെയാണ്. അപ്പം അത് വെച്ചൊന്ന് കണക്ട് ചെയ്താൽ ഇപ്പം ഇരുമ്പിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് സിഡറോസിസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇത്രയൊക്കെയാണ്. നമുക്ക് ആ സ്ലൈഡ് ഒന്ന് നോക്കാം. ഇരുമ്പ്. അപ്പം ഇരുമ്പിൻ്റെ ആകെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മുതൽ 5 ഗ്രാം വരെയാണ് ഇരുമ്പിൻ്റെ അളവ്. ഒരു ദിവസം വേണ്ടുന്നത് 10 മില്ലിഗ്രാം. ധർമ്മം എന്താ? ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ എന്നിവയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ്. ഹീമോഗ്ലോബിൻ്റെ ജോലി നമ്മൾ പറഞ്ഞു എന്താ? ഹീമോഗ്ലോബിൻ്റെ ജോലി എന്താ? ശ്വസനവാതകങ്ങളുടെ സംവഹനം. അതാണ് ഹീമോഗ്ലോബിൻ്റെ ജോലി. മയോഗ്ലോബിൻ്റെ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ പേശികളിൽ ഓക്സിജനെ ശേഖരിച്ചു വയ്ക്കുന്ന വർണ്ണവസ്തു. വർണ്ണവസ്തുവാണ് എന്ത്? മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇലക്കറികളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇരുമ്പിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് സിഡറോസിസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയാണ് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ധാതുവാണ് അയഡിൻ. ഓക്കെ. അപ്പം അയഡിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയഡിൻ്റെ ധർമ്മം പറയുവാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുവാണെന്ത്? അയഡിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണെന്ത്? തൈറോക്സിൻ എന്ന് പറയുന്നത്. അപ്പം തൈറോക്സിൻ്റെ നിർമ്മാണത്തിനെന്നും നമുക്ക് പറയാം. തൈറോക്സിൻ്റെ നിർമ്മാണത്തിന്. മനസ്സിലായോ? അപ്പം അയഡിൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണായ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിനോ ആവശ്യമായ ധാതുവാണെന്ത്?
അയഡിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ത് തരം ഗ്രന്ഥിയാണ്? അതൊരു അന്തർസ്രാവി ഗ്രന്ഥിയാണ്. അതായത് അന്തസ്രാവി ഗ്രന്ഥി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രന്ഥികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രന്ഥികൾ എന്ന ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഗ്രന്ഥികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഏതൊരു കലയും നമ്മൾ വിളിക്കുന്നതാണെന്ത്? ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ആ ഗ്രന്ഥികളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബഹിർസ്രാവി ഗ്രന്ഥി എന്നും അന്തസ്രാവി ഗ്രന്ഥി എന്നും. ബഹിർസ്രാവി ഗ്രന്ഥി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രന്ഥി അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെ കൊണ്ടുപോകാൻ സ്വന്തമായി കുഴലുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബഹിർസ്രാവി ഗ്രന്ഥി എന്ന് വിളിക്കും. ഉദാഹരണത്തിന് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നത്, അതേപോലെ ശ്ലേഷ്മരസം ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്ന ഒക്കെ എന്താ? ബഹിർസ്രാവി ഗ്രന്ഥിയാണ്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദഹന വ്യവസ്ഥ പഠിച്ചപ്പോൾ പറഞ്ഞ ഉമിനീര് ഗ്രന്ഥി, ലാക്രമൽ ഗ്രന്ഥി, ആമാശയ ഗ്രന്ഥി, അതെല്ലാം എന്താ? ബഹിർസ്രാവി ഗ്രന്ഥികളാണ്. ഓക്കെ. ഇനി സ്വന്തമായിട്ട് കുഴൽ ഇല്ല എങ്കിൽ അത്തരം ഗ്രന്ഥികളാണെന്ത്? അന്തസ്രാവി ഗ്രന്ഥി. ഈ അന്തസ്രാവി ഗ്രന്ഥിക്ക് ഒരു ഉദാഹരണമാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. മനസ്സിലായോ? അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹോർമോൺസ് ആണ്. അപ്പം അന്തസ്രാവി ഗ്രന്ഥിയുടെ ഒരു ഉദാഹരണമാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. എവിടെ? തൊണ്ടയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണെന്ത്? തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. മനസ്സിലായോ? തൊണ്ടയിലെ സ്വനപേടകത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. അതിനോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ധാതുവാണ് അയഡിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിൽ ഒന്നാണ് തൈറോക്സിൻ. ആ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാതു ചോദിച്ചു കഴിഞ്ഞാലും അയഡിൻ എന്ന് പറയാം. മനസ്സിലായോ? ഈ അയഡിൻ്റെ സോഴ്സ് ചോദിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിനാണ്. അതേപോലെ കടൽ വിഭവങ്ങൾ, ഇത് രണ്ടും സോഴ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് സോഴ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പം കുടിവെള്ളത്തിലും കടൽ വിഭവങ്ങളിലും അടങ്ങിയിട്ടുള്ള ധാതു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിനാണ്. ഇനി അയഡിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അളവ് കുറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയാണെന്ത്? ഗോയിറ്റർ എന്ന് പറയും. മനസ്സിലായോ? അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയഡിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കിനും ഈ ഗോയിറ്ററിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗത്ത് ഇത് അവിടുത്തെ കോശങ്ങൾ സ്വന്തമായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായ? കോശങ്ങൾ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവിഷൻ നടത്തും. അപ്പോൾ ഡിവിഷൻ നടത്തുമ്പോഴത്തേനും അവിടെ ഒരു വീക്കം പോലെ സംഭവിക്കും, ഒരു ഗ്രോത്ത് പോലെ വരും. മനസ്സിലായോ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗത്ത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗോയിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണെന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി നമുക്ക് അതൊന്ന് നോക്കാം. സ്ലൈഡ് ഒന്ന് നോക്കാം. അയഡിൻ്റെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ധാതുവാണ്. അല്ലെങ്കിൽ തൈറോക്സിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുവാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഉറവിടങ്ങൾ എന്ന് പറയുന്നത് കുടിവെള്ളം, കടൽ വിഭവങ്ങളാണ്. അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കമാണെന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ധാതുവാണ് സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. സിങ്ക്. ഇപ്പം സിങ്കിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ നിർമ്മാണത്തിന്, ഇതിൻ്റെ ധർമ്മങ്ങളാണ് പറയുന്നത്, ഇൻസുലിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോൺ എന്നും പറയുന്നത്. മനസ്സിലായോ? ഇൻസുലിൻ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൊണ്ട് നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് എന്ത്? ഇൻസുലിൻ എന്ന് പറയുന്നത്. അതായത് പ്രമേഹത്തിനൊക്കെ തടസ്സം നിൽക്കാൻ കാരണം ഈ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴാണ് പ്രമേഹം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. മനസ്സിലായോ? അപ്പം ആ ഇൻസുലിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ഒരു ധാതുവാണെന്ത്? സിങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അതേപോലെ തന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ഒരു ധാതുവാണ് സിങ്ക് എന്ന് പറയുന്നത്. അതേപോലെ മൂന്നാമത്തത് നമ്മൾ പഠിച്ചു, മുറിവുണങ്ങാൻ സഹായിക്കുന്ന ധാതു ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ആണ്. അതേപോലെ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം
കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ധാതു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കാണ്. ക്ലിയർ ആണല്ലോ. അപ്പം സിങ്കിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ധർമ്മങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, ഇൻസുലിൻ്റെ നിർമ്മാണം. ഇൻസുലിൻ എന്താണ്, അതിൻ്റെ ജോലി എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതൊക്കെ നമ്മൾ ഗ്രന്ഥികൾ, ഹോർമോൺസ് പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ. അപ്പം ഇൻസുലിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുവാണ് സിങ്ക്. പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ഒരു ധാതുവാണ് എന്ത്, സിങ്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ജീവകം എന്ന് ചോദിക്കുവാണെങ്കിൽ ഇ എന്ന് പറയാം, ഇല്ലയോ? ടോക്കോഫെറോൾ. ഈൻ്റെ ശാസ്ത്രീയ നാമമാണെന്ത്, ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ധാതു ചോദിക്കുവാണെങ്കിൽ സിങ്കും, പ്രത്യുൽപാദന വ്യവസ്ഥയെ സഹായിക്കുന്ന ജീവകം ചോദിക്കുവാണെങ്കിൽ ഇ അല്ലെങ്കിൽ ടോക്കോഫെറോൾ എന്ന് പറയും. മനസ്സിലായോ? അതേപോലെ മൂന്നാമത്തെ ധർമ്മമാണ് മുറിവുണങ്ങാൻ സഹായിക്കുന്ന ധാതു. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ധാതുവും സിങ്കാണ്. അതേപോലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ ചോദിക്കുവാണെങ്കിൽ എന്ത് പറയും, സി പറയാം, ഇല്ലയോ? അസ്കോർബിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ. പിന്നെ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ധാതു അല്ലെങ്കിൽ കണ്ണുനീരിലടങ്ങിയ ധാതു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിങ്കാണ്. ഓക്കെ ആണ്. അപ്പോൾ സിങ്കിൻ്റെ നമുക്ക് സ്ലൈഡ് ഒന്ന് നോക്കാം. ഇൻസുലിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത് പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് മുറിവുണങ്ങാൻ സഹായിക്കുന്നു, കണ്ണുനീരിലടങ്ങിയ മൂലകം അല്ലെങ്കിൽ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ മൂലകം. ഇതാണ് എന്ത്, സിങ്കിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത സൾഫറിന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു. പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ധാതുവാണെന്ത്, സൾഫർ എന്ന് പറയുന്നത്. മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. നമ്മൾ കോശം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, മാംസ്യ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, റൈബോസോം എന്ന് പറയാം. റൈബോസോമാണെന്ത്, മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പം മാംസ്യം നിർമ്മിക്കാൻ സഹായിക്കുന്ന ധാതു ചോദിക്കുവാണെങ്കിൽ സൾഫറും, മാംസ്യം നിർമ്മിക്കാൻ സഹായിക്കുന്ന കോശാംഗം ചോദിക്കുവാണെങ്കിൽ റൈബോസോമുമാണ്. മനസ്സിലായോ? അതേപോലെ വിറ്റാമിൻ B1 B7 ഒക്കെ നിർമ്മാണത്തിന് ആവശ്യമായ ഒരു ധാതു ചോദിച്ചു കഴിഞ്ഞാൽ സൾഫറാണ്. അപ്പോൾ സൾഫറിൻ്റെ ഉപയോഗം, വിറ്റാമിൻസിൽ അതിൻ്റെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ B1 B7 ഒക്കെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. B1 എന്ന് പറഞ്ഞാൽ എന്താ, B1 എന്ന് പറഞ്ഞാൽ തയാമിൻ. നാഡീ വ്യവസ്ഥയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള തയാമിനാണ് B1 എന്ന് പറയുന്നത്. ഇതിൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറിബറിയും വെർണിക് കോർസക്കോഫ് എന്ന് പറയുന്നത്. B7 ബയോട്ടിൻ, എന്താ, തലമുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത്. തലമുടിയുടെ ആരോഗ്യത്തിന്, ത്വക്കിൻ്റെ ആരോഗ്യത്തിന് എലീസ ടെസ്റ്റിൻ്റെ കൂടെ കൊടുക്കുന്ന ജീവകം, അതൊക്കെയാണ് B7 എന്ന് പറയുന്നത്. വിറ്റാമിൻ H എന്ന് പഴയ പേരുള്ള അതിൻ്റെ അപര്യാപ്ത രോഗമാണ് അകാലത്തിൽ മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നതും അതേപോലെ B1 B7 ജീവകങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ചോദിക്കുവാണെങ്കിൽ സൾഫർ. ഓക്കെ. ഇനി അടുത്തത് ക്ലോറിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയരസത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് HCl. ഈ HClന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിനാണ്. അപ്പോൾ HClന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുവാണ് എന്ത്, ക്ലോറിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? നമുക്ക് ആ സ്ലൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ സൾഫറിൻ്റെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു. വിറ്റാമിൻ B1 B7 നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത്. ക്ലോറിൻ്റെ സഹായമാണ് ആമാശയരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളതെന്നുള്ളത്. ഓക്കെ. ഇനി അവസാനത്തെ ഒരെണ്ണമാണ് ഫ്ലൂറിൻ. നമുക്ക് പഠിക്കാനുണ്ട് ഫ്ലൂറിൻ്റെ ജോലി ചോദിക്കുവാണെങ്കിൽ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണെന്ത് അല്ലെങ്കിൽ ധാതുവാണെന്ത്, ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഇനാമലിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ ഭാഗമാണെന്ത്, ഇനാമൽ എന്ന് പറയുന്നത്, അല്ലയോ? ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് ഇനാമൽ. ആ ഇനാമൽ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് അല്ലെങ്കിൽ ധാതുവാണ് ഫ്ലൂറിൻ. ഇനാമൽ നശിക്കാൻ കാരണമായ ധാതു ചോദിക്കുവാണെങ്കിലോ, ഇനാമൽ നശിക്കാൻ കാരണമായ പദാർത്ഥമോ അല്ലെങ്കിൽ ആസിഡോ ചോദിക്കുവാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഫ്ലൂറിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതുവാണ്. ഓക്കെ. അതേപോലെ പേസ്റ്റിൽ അടങ്ങിയ സംയുക്തം ചോദിക്കുവാണെങ്കിൽ കാൽഷ്യം ഫ്ലൂറൈഡ് ആണെന്ത്, പേസ്റ്റിൽ അടങ്ങിയ സംയുക്തം എന്ന് പറയുന്നത്.
മനസ്സിലായോ? പേസ്റ്റിൽ അടങ്ങിയ സംയുക്തമാണ് കാൽഷ്യം ഫ്ലൂറൈഡ്. ഈ ഫ്ലൂറിൻ്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥ, ക്രമാതീതമായി കൂടുന്ന അവസ്ഥ, ഫ്ലൂറിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ഫ്ലൂറോസിസ് എന്ന് പറയും. ഫ്ലൂറോസിസ്. ഈ അസ്ഥികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത്? ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. ഫ്ലൂറിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ഫ്ലൂറോസിസ്. സ്ലൈഡ് നമുക്ക് നോക്കാം. ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായതാ ആണ് പേസ്റ്റിലടങ്ങിയ സംയുക്തമാണ് കാൽഷ്യം ഫ്ലൂറൈഡ്. ഫ്ലൂറിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഫ്ലൂറിനുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ബാക്കി ടോപ്പിക്കിലേക്ക് ബാക്കി ഒരു സ്ലൈഡും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാറ്റഗറി ചെയ്തൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ കാൽഷ്യം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കാൽഷ്യം തൊട്ട് നോക്കുവാണെങ്കിൽ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ധാതുക്കൾ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് കാൽഷ്യം പറഞ്ഞ്, ഫോസ്ഫറസ് പറഞ്ഞു, മഗ്നീഷ്യം പറഞ്ഞു, അല്ലയോ? അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ധാതുക്കളാണ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം. പേശികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ധാതുക്കളാണ് കാൽഷ്യവും മഗ്നീഷ്യം എന്നൊക്കെ പറയുന്നത്. കാൽഷ്യവും മഗ്നീഷ്യവും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞതാണ് നാഡീ പ്രവേഗങ്ങളുടെ പ്രസരണം. അതേതാ? അത് സോഡിയവും പൊട്ടാസ്യവും. ഓക്കെ ആണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്ന കുറേ ധർമ്മങ്ങളാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഒരു സെറ്റാക്കി കാറ്റഗറി ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഒന്ന് പഠിച്ചായിരുന്നു മഗ്നീഷ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹരിതകത്തില. മാംഗനീസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മൈറ്റോകോൺട്രിയയിലും. സെറ്റാന്നേ, അത് നമ്മൾ സെറ്റാക്കിയേ. പിന്നെ നമ്മൾ പറഞ്ഞത് രക്തം കട്ട പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ധാതു ചോദിക്കുവാണെങ്കിൽ കാൽഷ്യവും, ജീവകം ചോദിക്കുവാണെങ്കിൽ വൈറ്റമിൻ കെയുമാണ്. ക്ലിയർ ആണേ. ഇനി മുറിവുണങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് മുറിവുണങ്ങാൻ വേണ്ടിയിട്ടുള്ള ധാതു ചോദിക്കുവാണെങ്കിൽ സിങ്കും, ജീവകം ചോദിക്കുവാണെങ്കിൽ വൈറ്റമിൻ സിയുമാണ്. ക്ലിയർ ആണേ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അസ്ഥികളുടെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം. പേശികളാകുമ്പം കാൽഷ്യവും മഗ്നീഷ്യവും. നാഡീപ്രവേഗങ്ങളുടെ പ്രസരണത്തിന് സോഡിയവും പൊട്ടാസ്യവും. മഗ്നീഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഹരിതകം. മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മൈറ്റോകോൺട്രിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു കാൽഷ്യം, ജീവകം കെ. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ധാതു സിങ്ക്, ജീവകം സി. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ പഠിച്ച പിന്നെ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രത്യുൽപാദന വ്യവസ്ഥ. പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ധാതു ചോദിക്കുവാണെങ്കിൽ സിങ്കും, ജീവകം ചോദിക്കുവാണെങ്കിൽ വൈറ്റമിൻ ഇയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി പ്രോട്ടീൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ചോദിക്കുവാണെങ്കിൽ സൾഫറും, കോശാംഗം ചോദിക്കുവാണെങ്കിൽ റൈബോസോമും. ഓക്കെ ആണേ. കോശാംഗം ചോദിക്കുകയാണെങ്കിൽ റൈബോസോം. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് പ്രധാനമായിട്ടും കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം
നമ്മൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അതായത് രക്തപര്യന വ്യവസ്ഥയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ കുറേയൊക്കെ കാറ്റഗറി ചെയ്യും. നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പം നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരേപോലെയൊക്കെ തോന്നിക്കുന്ന ഫാക്റ്റുകളെ എല്ലാം കൂടെ ഇതേപോലെ ഒരു ബോക്സിലാക്കി നോട്ടിൽ സൂക്ഷിക്കുക. മനസ്സിലായോ? അതാകുമ്പോൾ നമുക്ക് കുറേ കൂടി നമുക്ക് ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓർമ്മശക്തിയൊക്കെ കൂട്ടാനുള്ള ഒരു വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്ന ധാതു സിങ്കും ജീവകം ഇയും, പ്രോട്ടീൻ നിർമ്മാണത്തിന് ധാതു സൾഫറും, കോശാംഗം ചോദിക്കുവാണെങ്കിൽ റൈബോസോമുമാണ്. ക്ലിയർ? ഇത്രയും പോയിന്റുകളൊക്കെയാണല്ലോ. ഇനി അടുത്ത നമ്മൾ ദാണ്ടെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരുന്ന ഫാക്റ്റുകളാണ്. പ്രധാനമായിട്ടും ഇത്രയും നമ്മൾ ഈ പഠിച്ചതിനകത്ത് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിത്രയും ഒരു കാരണവശാലും ഒഴിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇരുമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇരുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ എന്തിൻ്റെ നിർമ്മാണത്തിനുണ്ട്? മയോഗ്ലോബിൻ്റെയും നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ, ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇരുമ്പാണ്. ഇനി അടുത്ത കാൽഷ്യം, ഫോസ്ഫറസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന്, പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. മനസ്സിലായോ? ഫോസ്ഫറസ് നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പേശികൾ എന്ന് പറയുന്നില്ല. ഫോസ്ഫറസ് അങ്ങനെ പേശികൾക്ക് വലിയൊരു പ്രാധാന്യം നൽകുന്നില്ല എങ്കിലും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതേപോലെ പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ഫോസ്ഫറസ് ആവശ്യമാണെന്നുള്ളത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണെന്ത് ഈ പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതുക്കൾ ഏതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 തിരഞ്ഞെടുക്കാനായിരുന്നു, കാൽഷ്യവും അതേപോലെ ഫോസ്ഫറസും നമുക്ക് തിരഞ്ഞെടുക്കണമായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. മനസ്സിലായോ? അതിൻ്റെ പ്രധാന സോഴ്സാണ് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. മനസ്സിലായോ? അതേപോലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. നാഡീ പ്രവേഗങ്ങൾ പ്രസരണത്തിന്, നാഡീ പ്രവേഗങ്ങളുടെ പ്രസരണം. ഓക്കെ, ഇനി അയഡിനാമം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനം, അതേപോലെ മാനസിക വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കും ഗർഭിണികളിലോ അല്ലെങ്കിൽ കുട്ടികളിലോ തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കുക, കുട്ടികളുടെ വളർച്ച മുരടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അയഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ്റെ അളവും കുറയും. അപ്പം അയഡിൻ്റെ ധർമ്മം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടും അതേപോലെ മാനസിക വളർച്ചയ്ക്കും വേണ്ടി സഹായിക്കുന്നു. അതായത് ഇൻഡയറക്റ്റായിട്ട് അതെന്തോ പറയുന്നത്, തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കും. അതിൻ്റെ പ്രധാന സോഴ്സുകളാണ് കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. ഇതൊക്കെയാണ് അയഡിൻ്റെ പ്രധാന സോഴ്സുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഈ ഒരു ഭാഗം ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ധാതുക്കളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഇത്രയും ഭാഗത്തു നിന്നാണ്, ഇത്രയും 4 എണ്ണത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കുറച്ച് നമ്മുടെ ശരീരത്തിൽ മെർക്കുറിയുടെ അളവ് കൂടുമ്പം കാഡ്മിയത്തിൻ്റെ വിഷബാധ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതെല്ലാം PYQ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. മെർക്കുറി വിഷബാധയെ പറയുന്ന പേര്, മെർക്കുറി വിഷബാധയ്ക്ക് പറയുന്നതാണെന്ത്? മീനമാത രോഗം അല്ലെങ്കിൽ മാർജാര നൃത്തരോഗം. മാർജാരം എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ച. അപ്പം മാർജാര, ക്യാറ്റ് ഡാൻസ് ഡിസീസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. മാർജാര നൃത്ത രോഗമെന്നോ അല്ലെങ്കിൽ മീനമാത രോഗമെന്നോ പറയുന്നത് എന്തിനെ പറ്റിയാ? മെർക്കുറി വിഷബാധ ഏൽക്കുമ്പോഴാണ്. അതേപോലെ കാഡ്മിയം വിഷബാധയ്ക്ക് പറയുന്നതാണ് ഇതായി രോഗം എന്ന് പറയും. ഇതായി രോഗം എന്ന് കോമൺ ആയിട്ട് പറയും, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതായി രോഗം എന്ന് പറയും. ഇതായി രോഗമെന്നും പറയും. ഓക്കെ, ഇനി കോപ്പർ വിഷബാധ ഉണ്ടാകുമ്പോഴാണ് വിൽസൺസ് രോഗം എന്ന് പറയുന്നത്. അതായത് കരളിലെ കോശങ്ങളെ ബാധിക്കുന്നതാണ് വിൽസൺസ് രോഗം. ഇതാണ് പിന്നീട് സിറോസിസിലേക്കൊക്കെ പോകുന്നത്. അപ്പം കോപ്പർ വിഷബാധയ്ക്ക് പറയുന്ന പേരാണ് വിൽസൺസ് രോഗം എന്ന് പറയുന്നത്, വിൽസൺസ് ഡിസീസ്.
വിൽസൺസ് ഡിസീസ്. ഓക്കെ, ഇനി ലെഡിന്റെ അളവ് കുറയുമ്പം ഒരുപാട് വട്ടം പണ്ട് ചോദിച്ചിട്ടുണ്ട്, പ്ലംബിസം എന്ന് പറയും. പണ്ട് സ്ഥിരം ചോദ്യമായിരുന്നു. ലെഡിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്ലംബിസം. അതേപോലെ അലൂമിനിയത്തിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് അൾഷിമേഴ്സ്. ഇത് ഈ അടുത്ത കാലത്തും ചോദിച്ചൊരു ചോദ്യമാണ്. അലൂമിനിയത്തിന്റെ അളവ് കൂടുമ്പം ഉണ്ടാകുന്ന പ്രശ്നമാണെന്ത്? അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന, ഓർമ്മക്കുറവൊക്കെ വരുന്ന ഒരസുഖമാണെന്ത്? അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. അറിയാലോ, തന്മാത്രയിലെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, മോഹൻലാലിന് ഉണ്ടാകുന്ന ഒരു അസുഖമാണെന്ത്? അൾഷിമേഴ്സ്. അപ്പം അലൂമിനിയത്തിൻ്റെ അളവ് കൂടുമ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അൾഷിമേഴ്സ്. അല്ലാതെ അൾഷിമേഴ്സ് പറയുകയാണെങ്കിൽ അതൊരു നാഡിക്കുണ്ടാകുന്ന തകരാറ് അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമാണെന്ത്? അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് ഇത്രയും ഓർത്തിരുന്നോണം. മെർക്കുറി വിഷബാധ ഏൽക്കുമ്പം മീനമാത രോഗം അല്ലെങ്കിൽ മാർജാര നൃത്ത രോഗം. ഇനി കാഡ്മിയം വിഷബാധയാണെങ്കിൽ ഇതായി രോഗം. കോപ്പർ വിഷബാധയാണെങ്കിൽ വിൽസൺസ് രോഗം. ലെഡിൻ്റെ ആണെങ്കിൽ പ്ലംബിസം. അലൂമിനിയത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അൾഷിമേഴ്സ്. ക്ലിയർ ആണല്ലോ. ഇത്രയും സെറ്റാണ്. ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ധാതുക്കൾ എന്ന ടോപ്പിക്കിൽ നിന്ന് അറിയാനുള്ളത്. ധാതുക്കൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതല്ലാതെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള നമ്മൾ പറഞ്ഞു ടെക്സ്റ്റിൽ നിന്നുള്ള ഭാഗങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ പഴയ പഠിച്ച കാര്യങ്ങളും കുറേ റിവൈസ് ചെയ്തിന് ഇതിൻ്റെ കൂട്ടത്തിൽ. ജീവകങ്ങൾ, കോശങ്ങൾ, അതേപോലെ നമ്മൾ പഠിച്ച കുറേ ഭാഗങ്ങൾ ഇതിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം അതിന് ഒരു ചെറിയൊരു രീതിയിൽ റിവിഷനും കൂടെ ആയി നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.